റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ, റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? അതെ അതെ. ഫ്ലാഷ് ബാക്ക്. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ലല്ല, അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. എടാ പോളെ, ഈ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതരുത്. അപ്പൊ നിനക്ക് കാര്യം അറിയാം. ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളം തിരിച്ചറിഞ്ഞു. പക്ഷെ ബോബി ചെമ്മണ്ണൂരിനെ പിടികിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. എല്ലാം എന്നെ തേടിയാണ് വരുന്നത്. എന്നെ മാത്രം ഉന്നം വെച്ചിരിക്കുകയാണ് ലോകം. എന്താ അതിന്റെയൊക്കെ അർത്ഥം? എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ, ഞാൻ ഇപ്പൊ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല. വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തേൻ്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷ് വേണ്ടിയിട്ടൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ജനങ്ങളോട് പറയുന്നു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, എന്റെ മാനസികാരം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു, എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി തരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? സാറ് വലിയ ബുദ്ധിമാനാന്നും പറഞ്ഞു. തന്റെയൊക്കെ തലക്കകത്ത് കളിമണ്ണാണ്. ടേക്ക് ആൻ എക്സാമ്പിൾ. അദ്ദേഹത്തിന് ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ ബാബാ. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കുറെ ആളുകൾ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയുമായിരിക്കും. കുറെ പേര് ഇപ്പൊ എന്തൊക്കെ ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളു, ആ നാറി ചത്തത് നന്നായി. ഈ റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാരൻ എന്റെ മാനസിക നിലയെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ആരാന്റെ മാനസിക നില പരിശോധിക്കുമ്പോൾ സ്വന്തം മാനസിക നില റെഡിയാണോ? എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. കാരണം ഇദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ പരമായിട്ടും ഇന്നേ വരെ ഇദ്ദേഹത്തെ ഒരു ആൾ ഒഴിവാക്കിയിട്ടില്ലേ? എന്റെ ഒരു സംശയമാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അതായത് ഇപ്പം മുമ്പ് കലാകൗമുദിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് മാതൃഭൂമിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇദ്ദേഹത്തിനെ റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തമായ ഒരു പ്ലാറ്റ്ഫോമുള്ള ചാനലായതുകൊണ്ട്, അവിടുത്തെ ഒരു ജീവനക്കാരനായതുകൊണ്ട് അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ 10 മനുഷ്യന്മാർ കാണുന്നത്. സപ്പോസ് ഇതിന്റെ മാനേജ്മെന്റ് ഇദ്ദേഹം പിടിച്ച് പുറത്താക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്വന്തം നിലയിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ 10 ആൾക്കാർ അത് കാണില്ല എന്നുള്ളതാണ് സത്യം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇദ്ദേഹം നിലനിൽക്കുന്നത് കുറച്ചാളുടെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഇതേപോലുള്ള ആളുകളുടെയൊക്കെ വെടി തീർന്നു, ഇവരുടെയൊക്കെ മരുന്ന് തീർന്നു എന്നുള്ളതാണ് സത്യം. ഇവരെ കൊണ്ടൊന്നും അധികം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. എടുത്തോണ്ട് പോയി വല്ല വാഴയ്ക്കും തടയിടാ.